അച്ഛൻ പറഞ്ഞു, അച്ഛൻ ആ നിയോഗം ഞാൻ വെച്ചു. പിന്നെ ഞാനും എൻ്റെ കുടുംബവും ഒന്നിച്ച് കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ 10 വർഷമാകാൻ പോകുന്നു. ഞങ്ങളാകെ 1.5 വർഷം ഒന്നിച്ച് ജീവിച്ചിട്ടുള്ളൂ. ഹസ്ബൻഡ് പുറത്താണ് ജോലി. അപ്പോൾ ഞാൻ ആ നിയോഗം കൂടിയും അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു. അച്ഛൻ എനിക്ക് മാതാവിൻ്റെ കയ്യിൽ നിന്ന് മെസ്സേജ് തന്നു. 4-14 മാസമാണ് കാണിക്കുന്നത്. നീ ഉടമ്പടി ഒട്ടും ലംഘിക്കരുതെന്ന് പറഞ്ഞു. ഞാൻ കൃത്യമായി ഉടമ്പടി പാലിച്ചു. എനിക്ക് ഇൻ്റർവ്യൂ 4-ാം മാസം തന്നെ കിട്ടി. ഈ മാസം 19-ാം തീയതി എനിക്ക് ടിക്കറ്റ് എടുത്തു. UK പോകാനുള്ള അനുഗ്രഹം തന്നു. ഇതെൻ്റെ കഴിവ് കൊണ്ടല്ല, എനിക്കിത് മാതാവ് നൽകിയതാണ്. ഞാൻ വിടില്ല. ഞാൻ എത്ര വേദന വന്നാലും ഞാൻ വിടില്ല അമ്മേനെ, ഈശോയെ ഞാൻ വിടില്ല. ഞാൻ അമ്മയ്ക്കും ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു. ഈ അൾത്താരയിൽ നിൽക്കാന്നുള്ളത് എൻ്റെ ഒരു സ്വപ്നമായിരുന്നു. ഇത്രയും വലിയ അനുഗ്രഹം നൽകിയ അമ്മയ്ക്ക് നന്ദി പറയുന്നു. അടുത്ത സാക്ഷ്യം എന്ന് പറയുന്നത് എൻ്റെ ഹസ്ബൻഡിൻ്റെയും ഞങ്ങളുടെയും ഹസ്ബൻഡിൻ്റെ ചേട്ടൻ്റെയും വീട് ഒന്നിച്ചായിരുന്നു പെരക്കല്ലിട്ടത്. അപ്പോൾ ഒന്നിച്ച് തന്നെ വീട് വെഞ്ചിരിപ്പും നടത്തണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. ഞങ്ങൾക്കതിനുള്ള സാമ്പത്തികത ഒന്നും ഉണ്ടായിരുന്നില്ല. എങ്കിലും മാതാവിനോട് ഞാൻ പ്രാർത്ഥിച്ചു, മാതാവേ ലോണൊന്നും വാങ്ങാതെ പണി പൂർത്തിയാക്കുവാൻ അമ്മ ഞങ്ങളെ സഹായിക്കണേ. ഞാൻ ഇന്നും രാത്രിയും കൃത്യം 5 മണിക്ക് എണീക്കും. ഒരു കൊന്ത ഞാൻ ചെല്ലും. എന്നിട്ട് ഞാൻ 5:30 പ്രാർത്ഥനയും കഴിഞ്ഞിട്ടാണ് ജോലിക്ക് പോകത്തുള്ളൂ, കിച്ചണിലെ ജോലിക്ക് കയറത്തുള്ളൂ. വിടില്ല ഞാൻ മാതാവിനെന്നും പറഞ്ഞ് ഞാൻ മുറുക്കെ പിടിച്ചു. ഒരു ലോണും എടുക്കാതെ തന്നെ പൈസയ്ക്ക് ആവശ്യം വന്നപ്പോൾ ഫ്രണ്ട്സിനോട് ചോദിച്ചു, അവർ തന്നു. കൃത്യം 1 വർഷത്തിനുള്ളിൽ അവരുടെ കയ്യിൽ നിന്നെല്ലാം വാങ്ങിയത് തിരിച്ചു കൊടുക്കാൻ മാതാവ് എൻ്റെ ഹസ്ബൻഡിനെയും ഞങ്ങളെ കുടുംബത്തെയും ഒരുപാട് അനുഗ്രഹിച്ചു. പിന്നെ എനിക്ക് വണ്ടി ഓടിക്കാൻ ഭയങ്കര പേടിയായിരുന്നു. ഞാൻ മാതാവിൻ്റെ കാശുരൂപം മുറുകെ പിടിക്കും, കഴുത്തിൽ മാതാവിൻ്റെ കാശുരൂപം ധരിക്കും. ഞാൻ ആ വണ്ടി ഓണാക്കുമ്പോൾ തന്നെ ഞാനറിയാതെ തന്നെ കൃപാസന മധ്യസ്ഥ പ്രാർത്ഥന എൻ്റെ വായിൽ വരും. ഞാനത് കണ്ടിന്യൂസ് ചൊല്ലിക്കൊണ്ടിരിക്കും. വിശ്വാസ പ്രമാണം എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല, ഞാൻ ഓർത്തല്ല ചെല്ലുന്നത്. എങ്കിലും എൻ്റെ മനസ്സിൽ ആ വണ്ടിയുടെ കീ ഓണാക്കുമ്പോൾ തന്നെ